30s ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ ഡയലോഗ് അടിച്ച് ചാടിത്തുള്ളി റോഡ് ട്രിപ്പിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഉരുണ്ട് വരണ്ട് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പോവുകയാണേ. പോകുന്ന വഴി അത്രയും പച്ചപ്പും ഹരിതാപവും ആയതുകൊണ്ട് അതൊരു വേറെ ഫീൽ തന്നെയായിരുന്നേ. കാറിൽ പോയാൽ ഇതേ വൈബൊന്നും കിട്ടത്തില്ല കേട്ടോ. സോ ഉരുണ്ട് വരണ്ടിട്ടാണേലും ബൈക്ക് എടുത്ത് തന്നെ ഇറങ്ങി ഇതൊക്കെ ആസ്വദിച്ച് അങ്ങ് പോകണം. സോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള എടത്വ പള്ളി. അപ്പം ഇത് പുണ്യാളച്ചൻ്റെ പള്ളിയാണ്. ഇനിയിപ്പോൾ എന്തായാലും പുണ്യാളച്ചൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. എടത്വ സെൻറ്റ് ജോർജ് ഫൊറൈൻ ചർച്ച്. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ആലപ്പി ഡിസ്ട്രിക്റ്റിലെ കുട്ടനാട്ടിലെ എടത്വ എന്ന പ്ലേസിൽ തന്നെയാണ്. 1810 ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. പള്ളിയിലെ പ്രധാന വിശുദ്ധൻ എന്ന് പറയുന്നത് സെൻറ്റ് ജോർജ് ആണ്, അതായത് ഗീവർഗീസ് പുണ്യാളൻ. ഈ പള്ളിയുടെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് മധ്യകാല യൂറോപ്യൻ സ്റ്റൈലിലുള്ള നിർമ്മാണം, അതുപോലെ പമ്പ നദിയുടെ തീരം ആൻഡ് രോഗശാന്തിക്കായിട്ട് വിശ്വാസികൾ എത്തുന്ന ഒരു കേന്ദ്രം എന്നൊക്കെയാണ്. നമ്മളങ്ങനെ എടത്വ പള്ളിയുടെ അകത്തിരിക്കുവാണ്. നമ്മളപ്പോൾ പുണ്യാളച്ചനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സോ പുണ്യാളച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കുക. പിന്നെ പള്ളി കൊള്ളാം, നല്ല ആംബിയൻസ് ഉണ്ട്. പഴയ പള്ളിയാണ്. പിന്നെ അധികം ഇപ്പോൾ തിരക്കില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ടും പിന്നെ ഭയങ്കര ഉച്ചയായി ഇപ്പം, അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്, കാറ്റുണ്ട്, അങ്ങനെയൊക്കെ കുറേ അടിപൊളിയാണ്. എടത്വ പള്ളിപ്പെരുന്നാൾ വരുന്നത് April 27 മുതൽ May 7 വരെയാണ്. ആക്ച്വലി ഞങ്ങൾ പോയത് കറക്റ്റ് ആ ഡേയ്സിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഹോളി മാസ് നടക്കുന്ന ടൈമിംഗ് എല്ലാം അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സോ പോവേണ്ടവർക്ക് ഇത് നോക്കി പോവാം. ഇവിടുത്തെ പ്രധാന നേർച്ചകൾ എന്ന് പറയുന്നത് അടിമ വെപ്പ്, അതുപോലെ വിളക്ക് തെളിയിക്കൽ, മാല ഓർ വസ്ത്രം സമർപ്പിക്കൽ, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ സമർപ്പിക്കൽ ഓർ തുലാഭാരം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ ഇതിലൊന്നും പെടാത്ത ഒരു പ്രത്യേക ഒരു നേർച്ച, ഇത് നേർച്ചയാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇങ്ങനെയൊരു കാര്യം കണ്ടു. ഞങ്ങൾ കൂട്ടത്തിൽ ആരോടും ചോദിച്ചൊന്നുമില്ല. ആക്ച്വലി കല്ലെടുത്ത് ഉള്ള പ്രാർത്ഥിച്ചു പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു മേ ബി വീട് വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അസംഷനാണ്, എനിക്ക് അറിയത്തില്ല, പറഞ്ഞു കേട്ടതും ഇല്ല. ആരോടെങ്കിലുമൊക്കെ ചോദിച്ചറിയുമായിരിക്കും. കല്ലായതുകൊണ്ട് മിക്കുന്ന വീട് പണിക്കുള്ള എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല വെള്ള ആയതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ ഈ കാറ്റൊക്കെ കൊണ്ടുപോകുന്നത് എവിടോട്ടാണെന്നറിയാമോ? കള്ളു കുടിക്കാനാണ്, അല്ലാതെ എങ്ങോട്ടാ? അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.